ഹലോ ആൻഡ് ഹായ് എവറി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വളരെ സെൻസിറ്റീവായ ടോപ്പിക്കാണ്. വെള്ളാനകളുടെ നാടെന്ന സിനിമയിൽ പപ്പുചേട്ടൻ പറയുന്നത് പോലെ സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തിരിഞ്ഞാൽ മതി, സംഭവം നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലേക്കായിരിക്കും പോകുന്നത്. മുല്ലപ്പെരിയാർ ഡാമാണ് വിഷയം. പക്ഷേ ഈ റിയാക്ഷൻ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളായ നമ്മൾക്ക് ഉള്ള ആശങ്ക അസ്ഥാനത്താണോ അല്ലയോ എന്നല്ല. ആശങ്കയുണ്ട്, എനിക്കുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ ഇത്തരം വിഷയങ്ങൾ എടുക്കില്ല എങ്കിൽ പോലും IIT റൂർക്കിയുടെ പഠന റിപ്പോർട്ട് അനുസരിച്ചിട്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രേക്കിംഗ് അനാലിസിസ് അനുസരിച്ചിട്ട് മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള 5 ജില്ലകളിൽ ഒരു ജില്ലയാണ് ഞാൻ താമസിക്കുന്ന എറണാകുളം. എറണാകുളത്തേക്ക് ഈ ജലം എത്തിച്ചേരാൻ 11-12 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്ന സമയത്ത് ഒരു പ്രോപ്പർ ഇവാക്വേഷൻ പ്ലാൻ എന്തായിരിക്കുമെന്ന് ഇതുവരെയും എറണാകുളത്തെ ജനങ്ങൾക്ക് എങ്ങനെ പോകണമെന്നുള്ളൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വാഹനങ്ങളുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങും. അതൊരു വലിയ കെയോസ് ഉണ്ടാക്കും. ഏത് വശത്തേക്ക് പോകണമെന്ന് ധാരണയില്ലാതെ അതിൽ എത്രമാത്രം നമ്മൾക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിയും. സ്വത്തിൻ്റെ കാര്യം വിടും, അതെന്തായാലും ഒഴുകിപ്പോകുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പെരിയാറിൻ്റെ തീരത്താണ് എൻ്റെ വീട്. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ പോകുന്നത് പെരിയാറാണ്. പെരിയാർ, ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോ പറഞ്ഞു, ഒരു യു പോലെയാണ് ഞങ്ങളുടെ പ്രദേശത്തൂടെ ഒഴുകുന്നത്. ആ യുവിൻ്റെ അകത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. 2018 വെള്ളപ്പൊക്കത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലൂടെയാണ് പെരിയാർ ഒഴുകിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക എനിക്കുണ്ട്. എറണാകുളത്ത് കിടക്കുന്ന എൻ്റെ ആശങ്ക ഇതാണ് എങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ 128 മിനിറ്റ് കൊണ്ടാണ് ഉയർന്ന ജലനിരപ്പോടെ ഒഴുകുന്ന വെള്ളം ഇടുക്കിയിലെത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെയുള്ളവരുടെ ആശങ്ക എന്തായിരിക്കും? ഈ ഡാമിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരുടെ ആശങ്ക. ആ ആശങ്ക എനിക്ക് ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും. അത്തരത്തിൽ ആശങ്കയുള്ളവരിലേക്ക് ഒരു മിസ്ലീഡിങ് ഇൻഫർമേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് ശരിയാണോ തെറ്റാണോ? ഇപ്പം ചിലർ ന്യായീകരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഒരു വികാരം ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു തെറ്റായ ഇൻഫർമേഷനിലൂടെ വികാരം ജനിപ്പിക്കാൻ കഴിയുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തുടർന്ന് ഈ വീഡിയോ കാണരുത്. കാരണം നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ കൂടി ഹേർട്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കാം ഞാൻ പറയുന്നത്. അതല്ല, ഏതൊക്കെ മിസ്ലീഡിങ് ഇൻഫർമേഷൻസ് ആണ് വരുന്നതെന്ന് അറിയാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ തുടർന്ന് വീഡിയോ കാണുന്നതിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. അത് കൈകാര്യം ചെയ്യുമ്പോൾ വലിയൊരു പ്രശ്നമുള്ളത്, നമ്മൾക്ക് ആധികാരികമായിട്ട് സംസാരിക്കണമെങ്കിൽ അതിന് വേണ്ട രേഖകളൊക്കെ എടുക്കുമ്പോൾ കോൺട്രഡിക്ടറി ആയ രേഖകളായിരിക്കും. ഈ രേഖയിൽ പറയുന്നതിന് ഘടകവിരുദ്ധമായ കാര്യമായിരിക്കും മറ്റേ രേഖയിൽ പറയുക. IIT റൂർക്ക് അല്ലെങ്കിൽ IIT ഡൽഹിയുടെ എടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൻ്റെ ഒരു ബയസ് അതിലുണ്ടാവും തീർച്ചയായിട്ടും. കാരണം കേരളം നിയോഗിച്ച ടീംസാണ് ഇവരൊക്കെ. അപ്പോൾ അതിലൊരു ബയസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെ ആ ബയസിൻ്റെ ഒപ്പം നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. നമ്മളെ ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം. തമിഴ്നാടിന് ജലസേചനം വേണമെന്ന് പറയുമ്പോൾ പോലും നമ്മളെ ജീവൻ കൂടി നമ്മൾ നോക്കണമല്ലോ. ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി നിസ്സാരമായ 4-5 പോയിന്റ്സേ ഉള്ളൂ സംസാരിക്കാനുണ്ട്. പക്ഷെ അതിനു വേണ്ടി തന്നെ കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ കുത്തിയിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ചുള്ള ലേഖനങ്ങൾ വായിക്കാനും അതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാനും പഠന റിപ്പോർട്ടുകളൊക്കെ വായിക്കാനൊക്കെ ആയിട്ട് കുറേ സമയമെടുത്തു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ വിഷയത്തിലൊരു വിദഗ്ധനായൊരു മനുഷ്യനല്ല, ഒരു ലേമാനാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇരിക്കെ പലരും കൈ കിട്ടുന്ന വിവരങ്ങളൊക്കെ എടുത്തങ്ങോട്ട് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൈ കിട്ടുന്ന വിവരങ്ങളൊക്കെ ആധികാരികമാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. അത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. ഓൾറെഡി അവിടെയുള്ള ആളുടെ നെഞ്ചിൽ തീയുണ്ട്. അത് അവിടെ താമസിക്കുന്നവർക്കറിയാമല്ലോ അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്താണ്. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ സംഭവം പൊട്ടി വന്ന ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സ്വത്തിനും വരുന്ന അപകടത്തെക്കുറിച്ച് ബോധ്യമുള്ള ആളുകൾക്ക് അത്ര വലിയ സമാധാനമൊന്നും ഉണ്ടാവില്ല മനസ്സിൽ. അത്തരമൊരു ട്രോമയിലൂടെ 2018 കടന്നുപോയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അവസ്ഥയിലേക്കാണ് എരുതിയിൽ എണ്ണൊഴിക്കുന്നത് പോലെ, ഇതുപോലെ ഞാനതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം എടുത്തിട്ടിട്ട് ആധികാരികമാണെന്ന് നോക്കാത്ത രീതിയിൽ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടെ അവരുടേതായ രീതിയിൽ അവരുടെ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യണം. അതിനും ആധികാരികത ഉണ്ടായില്ല. ഒരു പേഴ്സ്പെക്റ്റീവ് പറയുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ എൻ്റെ പേഴ്സ്പെക്റ്റീവ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്കയുണ്ട്, സുരക്ഷയുടെ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. അതാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവ്. അതിന് കൃത്യമായ പഠനങ്ങൾ നടക്കണം, അത് പരിഹരിക്കണം എന്നുള്ളതാണ്. ഈ പേഴ്സ്പെക്റ്റീവിൻ്റെ കൂടെ ഞാൻ മിസ്ലീഡിങ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്.
അത്തരത്തിൽ 1-2 കാര്യങ്ങളാണ് ഞാൻ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എടുക്കാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ ഇടപെട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഞാൻ ആരുടെയും പേര് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ, ഈ ഒരു വിഷയത്തിൽ മാത്രം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർച്ച ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകൃതമായി പോകരുത്, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലൊരു ഡിബേറ്റായി തീരരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ ആരുടെയും പേരുകൾ പരാമർശിക്കാതെ അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ മാത്രം റിയാക്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഒരു നിയമവിദഗ്ധനായ സാമൂഹ്യ പ്രവർത്തകൻ, അദ്ദേഹം പല സമയത്തായി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ പലതവണകളായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഇത് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഡീബങ്ക് ചെയ്തുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ മോഡിൽ ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. എന്ന് വന്നപ്പോഴാണ് ഓക്കെ, നമ്മൾ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് മാതൃഭൂമി ന്യൂസിൽ അടുത്ത ദിവസം നടക്കുന്ന ചർച്ചയിൽ വീണ്ടും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒട്ടും ആധികാരികമല്ലാത്തൊരു കാര്യം ആധികാരികമാണെന്ന രീതിയിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഭൂകമ്പത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ താരതമ്യേന പ്രശ്നമില്ലാത്ത സോൺ 3-യിലാണല്ലോ കേരളം ഉൾപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഈ ആശങ്ക എന്ന രീതിയിലായിരുന്നു അവതാരകൻ്റെ ചോദ്യം. അതിന് ഈ സാമൂഹ്യ പ്രവർത്തകൻ നൽകിയ മറുപടി, സോൺ 1-ലുണ്ടായ ലത്തൂരിലാണ് വലിയൊരു ഭൂകമ്പം ഉണ്ടായത്. അപ്പോൾ സോൺ 3-യിലുള്ള കേരളത്തിൻ്റെ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഈ ഭൂകമ്പങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ സോണിനെ കുറിച്ചൊക്കെ വായിച്ചിട്ടുള്ളത് കൊണ്ട് ഈ സോൺ 1 ഇന്ത്യയിലില്ല എന്നുള്ള ഒരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. ഡക്കാൻ പീഠഭൂമിയിലെ ചില പ്രദേശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആധികാരികമായിട്ട് അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും പോയി മാപ്പ് പരിശോധിക്കുകയാണ്. ഭൂകമ്പ സാധ്യതയുള്ള ഇന്ത്യയിലെ പ്രദേശങ്ങളുടെ മാപ്പ് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സോൺ 1-ലുള്ള ഒരു പ്രദേശവും ഇന്ത്യയിലില്ല. പക്ഷേ ഇദ്ദേഹം വളരെ ആധികാരികമായിട്ട് പറയുകയാണ്, സോൺ 1-ലുള്ള ലത്തൂരിൽ നടന്ന ഭൂകമ്പം, നമ്മൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ല ആ ദുരന്തം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ദുരന്തം നടക്കുന്നത്. അപ്പോൾ സോൺ 1-ൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സോൺ 3-യിലാണല്ലോ കേരളം മുഴുവനും സോൺ 3-യിലാണ്. സോൺ 3-യിൽ കിടക്കുന്ന കേരളത്തിൽ എന്ത് സംഭവിക്കാമെന്ന് ഇടുക്കിയിലെ ഒരാൾ വിചാരിച്ച് ഞങ്ങൾക്കുണ്ടാകുന്ന ആശങ്ക എന്തായിരിക്കും? യഥാർത്ഥത്തിൽ സോൺ 2-ലാണ് ലത്തൂർ കിടക്കുന്നത്. 1979 കാലഘട്ടത്തിലാണ് CESS സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സമർപ്പിച്ച റിപ്പോർട്ടിലും റിക്ടർ സ്കെയിലിൽ 6-ന് മുകളിൽ രേഖപ്പെടുത്തുന്ന, അല്ലെങ്കിൽ 6-ന് മുകളിൽ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഭൂകമ്പത്തെ താങ്ങാനുള്ള കഴിവ് മുല്ലപ്പെരിയാറിനില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് 2ഇടത്തുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ഇൻഫർമേഷൻ അവിടെയുള്ള ആളുടെ ഇടയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അത്തരത്തിൽ തെറ്റായ ഇൻഫർമേഷൻസ് അവരിലേക്ക് ചെല്ലാൻ പാടില്ല. അതൊരു തെറ്റായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സോൺ 1-ൽ ഉള്ള ഒരു പ്രദേശവും ഇന്ത്യയിലില്ല. ലത്തൂർ സോൺ 2-ലാണ്, കേരളം സോൺ 3-യിലാണ് എന്ന് കരുതി ഇവിടെയൊന്നും ഭൂകമ്പം ഉണ്ടാകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ലേറ്റസ്റ്റ് പഠന റിപ്പോർട്ട് അനുസരിച്ചിട്ട് റിക്ടർ സ്കെയിലിൽ 6.5 രേഖപ്പെടുത്തുന്ന മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പത്തെ താങ്ങാനുള്ള കഴിവ് മുല്ലപ്പെരിയാറിനില്ല എന്നുള്ളതാണ്. ആ കാര്യം പറയുന്നതിനൊപ്പം തന്നെ ഇതുപോലൊരു വിഷയം കൂടി തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നതിലൂടെ ആളുകളുടെ ആശങ്ക വർദ്ധിപ്പിക്കാമെന്നല്ലാതെ അത് നമ്മൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാക്കില്ല. എന്ന് മാത്രമല്ല, നമ്മൾ ഈ വിഷയത്തിൽ ലീഗലി മൂവ് ചെയ്യുമ്പോൾ ഇതേമാതിരിയുള്ള തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് നമ്മൾക്കുള്ള ക്രെഡിബിലിറ്റി ഇല്ലാതാകും. ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ചില തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളെയാണ് ആ പർട്ടിക്കുലർ വീഡിയോയിൽ 2 പേർ ഇൻ്റർവ്യൂ ബേസ്ഡ് ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു ആ വീഡിയോയിൽ ഡീബങ്ക് ചെയ്തിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് വ്ളോഗർ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. വളരെ പോപ്പുലറായ യൂട്യൂബ് വ്ളോഗറാണ്. ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയായിരിക്കാം. ഞാൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയായിരിക്കാം ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് 1-2 കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു. ആ കാര്യങ്ങളും ഇതുപോലുള്ള മിസ്ലീഡിങ് ഇൻഫർമേഷൻസാണ് കൊടുത്തത്. അതിൽ ഒരു കാര്യം, ഒരു കോമൺ സെൻസ് വെച്ച് ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ്, ഈ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയ സമയത്ത് അത് ഏതൊരു ഡാമായാലും അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 40 വർഷം അല്ലെങ്കിൽ 50 വർഷമാണ്. ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഏത് ഡാമായാലും, പലതരത്തിലുള്ള ഡാമുകളുണ്ട്. ഇപ്പം നമ്മൾ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഗ്രാവിറ്റി മേസൺറി ഡാമാണ്, ഇടുക്കി ആർച്ച് ഡാമാണ്, അതേപോലെ ബട്രസ് ഡാമുണ്ട്, എംബാങ്ക്മെൻറ്റ് ഡാമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഡാം നിർമ്മിതികളുണ്ട്. ഏത് തരത്തിലായാലും 50 വർഷം അല്ലെങ്കിൽ 40 വർഷം എന്ന് ഇദ്ദേഹം ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ വായിച്ച ലേഖനം അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴൊന്നും അങ്ങനെയൊരു സംഭവമേ പറയുന്നില്ല. ഡാം കൺസ്ട്രക്ഷൻ അത് ഏത് രീതിയിലുള്ള ഡാമായാലും ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതായാലും അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്
50 വർഷം മുതൽ 200 വർഷം വരെ എന്ന് പറയുന്നുണ്ട്, 100 വർഷം വരെ എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഇതുവരെയാണ് ഏതൊരു ഡാമിൻ്റെയും കാലാവധി എന്ന് ഒരു രേഖയിലും പറയുന്നില്ല എന്നുള്ളത് സത്യം. ഒരു ഡാമിൻ്റെ എക്സ്പയറി തീരുമാനിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഡാമിൻ്റെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഏത് രീതിയിലുള്ള സ്ട്രക്ചറിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് ഡിസൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ ഡിസൈനിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ബിൽഡ് ചെയ്ത ക്വാളിറ്റി, എത്രമാത്രം മികച്ച രീതിയിലാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ മെയിൻ്റനൻസ്, പ്രോപ്പർ മെയിൻ്റനൻസ് നടക്കുന്നുണ്ടോ. മെയിൻ്റനൻസ് നടക്കാത്ത ഡാമുകളുണ്ട് കേട്ടോ. പ്രോപ്പർ മെയിൻ്റനൻസ് നടക്കുന്നുണ്ടോ, അത് കാലാകാലങ്ങൾ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ, സ്ട്രെങ്തനിങ് ചെയ്യുന്നുണ്ടോ, ആ ഡാം നിലനിൽക്കുന്ന ഭൂപ്രദേശം, അതിൻ്റെ സവിശേഷതകൾ. നാലാമതായിട്ട് ആ ഡാമിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്. അപ്പോൾ ഇതിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഒരു ഡാമിൻ്റെ കാലാവധി നിശ്ചയിക്കുന്നത്. മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഇദ്ദേഹം പറയുന്നതെങ്കിൽ 50 വർഷത്തെ കാലാവധി പറഞ്ഞ് നിർമ്മിച്ച ഡാമാണ്. ശരിയാണ്. പക്ഷെ അതിനർത്ഥം ഏതൊരു ഡാമിൻ്റെയും കാലാവധി ഇദ്ദേഹം പറഞ്ഞതുപോലെ 40 50 വർഷമല്ല. അത് തെറ്റായ ഇൻഫർമേഷനാണ്. എഞ്ചിനീയർ ഹൈഡ്രോളജി എന്ന പുസ്തകമുണ്ട്, US ബ്യൂറോ ഓഫ് റിക്ലമേഷൻ്റെ പഠനങ്ങൾ, അല്ല ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് എന്ന പുസ്തകം, പിന്നെ ഐക്കോൾഡ് എന്ന് പറയുന്ന സംഘടന, ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ലാർജ് ഡാം, ആൻഡ് US ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ്, ഇവരുടെയൊക്കെ ഗൈഡ് ലൈൻസ്, അതേപോലെ ഹിസ്റ്റോറിക്കലായ പഠനങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങൾ അനുസരിച്ചാണ് പറയുന്ന ഒരു കാര്യമാണ്. ദ ലൈഫ് സ്പാൻ ഓഫ് എ ഡാം can vary depending on several factors including the quality of construction, materials used, maintenance practices, environment condition and the type of dam. ഇത്തരം കാര്യങ്ങളാണ്. കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി, ഉപയോഗിച്ച മെറ്റീരിയൽ, മെയിൻ്റനൻസ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ്, കാലാവസ്ഥ, അതുപോലെ ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതകൾ, ഏത് ടൈപ്പ് ഓഫ് ഡാം, ഇതിനനുസരിച്ച് വേരി ചെയ്യുന്ന പറയുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള കാലാവധി എന്ന് പറയുന്നത് യൂണിഫൈഡ് ആയിട്ട് എല്ലാ ഡാമിനും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇദ്ദേഹം പറയുന്നത് പോലെ 40-50 വർഷമാണ് ഏതൊരു ഡാമായാലും അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, 80 വർഷങ്ങൾക്ക് ശേഷം ഡാം സ്ട്രെങ്തനിങ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-35 വർഷമായി. അപ്പോൾ ഒരു ഡാമിൻ്റെ 2 ആയുസ് അവിടെ പോയി. സുപ്രീം കോടതി അത് പുതിയ ഡാമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ ആ പുതിയ ഡാമിൻ്റെയും കാലാവധി കഴിഞ്ഞു. സ്ട്രെങ്തനിങ് ചെയ്തതാണ്. അപ്പോൾ അതൊരു പുതിയ ഡാമിൻ്റെ ആയുസായി കണക്കാക്കാൻ പറ്റില്ല, പകുതിയേ ഉള്ളൂ. 25 വർഷമായി. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം 130-150 വർഷമായി. സുപ്രീം കോടതിക്ക് എങ്ങനെ ഈ ഡാം പൊളിക്കണ്ട അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യേണ്ടതെന്ന് പറയാൻ കഴിയും? അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞു തരുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പൂർണ്ണമായിട്ടും ഓതൻറ്റിക്കായിട്ട് ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ആളല്ല ഞാൻ. പക്ഷേ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം തെറ്റാണെന്ന് ഞാൻ പറയേണ്ടി വരും. സ്ട്രെങ്തനിങ് ചെയ്ത ഡാം, ആ ഡാമിൻ്റെ ആയുസ് 50% അല്ലെങ്കിൽ പകുതിയാണ് എന്ന ഒരു കാര്യം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടിയത്? ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെ പറയുന്നത്? ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്ത ഒരുപാട് ഡാമുകളുണ്ട്. ഇപ്പം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം തന്നെ റീഇൻഫോഴ്സ് ചെയ്യുന്ന 1979 മോർബി ഡാം ഫെയിലറായിട്ട് 15,000-ഓളം കാഷ്വാലിറ്റീസാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഈ മുല്ലപ്പെരിയാർ ഡാം 80ഓളം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ്, 50 വർഷം എന്ന് പറഞ്ഞു തുടങ്ങിയ ഡാമാണ് 80ഓളം വർഷങ്ങൾ പിന്നിട്ട്. ആ സമയത്ത് ഈ 80 വർഷങ്ങളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ആ സമയത്തുണ്ടായിരുന്നു. മെയിൻ്റനൻസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളുണ്ടായിരുന്നു. ചോർച്ചയുടെ കാര്യങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അത് വളരെ ശക്തമായത് ഈ മോർബി ഡാം ഫെയിലായതിനെ തുടർന്നാണ്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CSSൻ്റെ പഠന റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതേ തുടർന്ന് CWC, കേന്ദ്ര ജല കമ്മീഷൻ്റെ ചെയർമാൻ അടക്കമുള്ള സമിതി ഡാം ഒന്ന് പരിശോധിച്ചു. ഡാം റീഇൻഫോഴ്സ് ചെയ്യേണ്ടതുണ്ട്, മെയിൻ്റനൻസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതേ തുടർന്ന് ഏകദേശം 17 വർഷത്തോളം എടുത്തു ഇതെല്ലാം തീർക്കാനായിട്ട്. അതിൻ്റെ ക്യാപ്പിംഗ് കോൺക്രീറ്റ് ചെയ്യുന്നത് മുതൽ സ്പിൽവേയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത് വരെ വിവിധ ഘട്ടങ്ങളായി നടത്തിയ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ടായിരുന്നു, മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു, സ്ട്രെങ്തനിങ് ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് പിന്നീട് early 2000s ഈ കോടതി വ്യവഹാരം നടക്കുമ്പോൾ ജലനിരപ്പ് ഉയർത്താനായിട്ട് തമിഴ്നാടിനെ അനുവദിച്ചു. അന്ന് അവർ തമിഴ്നാട് വാദിച്ചതാണ് സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്തതിന് ശേഷം പുതിയൊരു ഡാമിൻ പോലെയാണ് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇദ്ദേഹം പറയുന്നത് പകുതിയെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു 25 വർഷം എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിന് ഒരു പ്രത്യേകമായിട്ടൊരു ഇത്ര കാലയളവ് വരെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്ന് പറഞ്ഞൊരു പഠനമില്ല. അങ്ങനെ ഒരു രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സും ഇല്ല. US ഹുവ ഡാം അതിന് 200 വർഷത്തെ പരിധിയാണ് പറയുന്നത്. 10,000 വർഷം വരേക്ക് ഈ ഡാം നിലനിൽക്കുമെന്ന് അതിഭാവുകത്വം കലർത്തി പറയാറുണ്ട് ഹുവ ഡാമിനെ കുറിച്ചിട്ട്. ഈ ഡാം 200 വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നതാണ് പറയുന്നത്, അതിൻ്റെ മെയിൻ്റനൻസ് ആൻഡ് സ്ട്രെങ്തനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതേ കാലയളവ് തന്നെ ലഭിക്കാം, 100% കിട്ടാം, അതിൽ എബോവ് പോവാം, ചിലപ്പോൾ 10% കിട്ടുള്ളൂ എന്ന് വരും. 50% ആണ് അല്ലെങ്കിൽ 50% മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിന് യാതൊരു ആധികാരികതയും ഇല്ല. അത് ഇദ്ദേഹം പറഞ്ഞ തെറ്റായ കാര്യമാണ്.
3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റീഇൻഫോഴ്സ്മെൻറ്റിന് ശേഷം എത്ര കാലം നിലനിൽക്കുന്നത് തീരുമാനിക്കുന്നത്. അത് ഒന്ന് ആ ഡാമിൻ്റെ ഒറിജിനൽ ഡിസൈൻ, രണ്ടാമത്തേത് ഏത് രീതിയിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്തു, മൂന്നാമത്തേത് റീസെൻ്റിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ റീസെൻ്റായിട്ടുള്ള എൻവയോൺമെൻറ്റ്, പാരിസ്ഥിതികമായിട്ടുള്ള ചേഞ്ചസിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു ഡാം റീഇൻഫോഴ്സ് ചെയ്താൽ, സ്ട്രെങ്തനിങ് ചെയ്താൽ എത്ര കാലം കൂടി നിൽക്കുമെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരു ഫിക്സഡ് 50% എക്സ്റ്റൻഷൻ എന്നൊരു സംഭവം ഇല്ല. ഇനി അടുത്തതായിട്ട് വ്ളോഗർ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണെന്നാണ്. ഇത് മാത്രം അദ്ദേഹം ആഡ് ചെയ്യുന്നുണ്ട്, ലോകത്ത് മുഴുവൻ നോക്കിയാലും ഈ മുല്ലപ്പെരിയാർ ഡാം പോലെ ഒരു സംഭവം ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു UN-ൻ്റെ അക്കാഡമിക് വിഭാഗം എന്ന പേരിൽ കോട്ട് ചെയ്യപ്പെടുന്ന ഒന്നാണ് UNU, യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠന റിപ്പോർട്ട്, ഏജിങ് ഡാം പോസ് ഗ്രോവിങ് ത്രെറ്റ് എന്ന് പറയുന്ന റിപ്പോർട്ട്. അത് 2050 ഡാമുകളുടെയൊക്കെ ഡൗൺ സ്ട്രീമിൽ താമസിക്കുന്ന ആളുകളുടെ വലിയ ഭീഷണി ഉയർന്ന അല്ലെങ്കിൽ വലിയ തോതിൽ അപകടം സംഭവിക്കുന്ന രീതിയിൽ ഡാമുകൾ ഏജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മാത്രം ഈ വരുന്ന 2025 125 വർഷം പിന്നിടുന്ന 65 ഡാമുകളുണ്ട്. എങ്ങനെയാണ് അപ്പോൾ മുല്ലപ്പെരിയാർ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആവുന്നത്? ആ റിപ്പോർട്ട് തന്നെയുള്ള മറ്റൊരു സ്റ്റാറ്റ്സാണ് UK-യിലെയും അതേപോലെ ജാപ്പാനിലെയും ഡാമുകളുടെ ആവറേജ് ഏജ് 100 വർഷമാണ്. ഇപ്പം നിലവിലെ ഡാമുകളുടെ ആവറേജ് ഏജാണ് ഈ പറയുന്നത്, 100 വർഷത്തിൽ കൂടുതലാണ്. 100 വർഷം എന്നല്ല 100+ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. UK, യൂറോപ്പ് റീജിയനിലുള്ള 10% ലാർജ് ഡാമുകൾ 100+ ഇയേഴ്സ് ആയി ഓൾറെഡി. ഇനി സിസ്മിക് ആക്ടിവിറ്റി അനുസരിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ കേരളം സോൺ 3-ലാണല്ലോ, നോർത്ത് ഈസ്റ്റിലുള്ള, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആസാം, നാഗാലാൻഡ് ഒക്കെ പോലെയുള്ള സംസ്ഥാനങ്ങൾ. സിക്കിം കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് സോൺ 5-ലാണുള്ളത്. ഇവിടെയുള്ള കുറഞ്ഞത് 4-5 ഡാമെങ്കിലും 1950-60 നിർമ്മിക്കപ്പെട്ട 50 വർഷത്തിലധികം പ്രായമുള്ള ഡാമുകൾ. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഡാമിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞു. സോൺ 5-ലാണ്. സീസ്മിക് ആക്ടിവിറ്റീസ് നടക്കാൻ വളരെയധികം സാധ്യതയുള്ള ഹൈ പ്രോബബിലിറ്റിയുള്ള പ്രദേശത്താണ് ഈ ഡാമുകൾ നിലനിൽക്കുന്നത്. ഇനി നിർമ്മിതിയുടെയും അതേപോലെ തന്നെ ഏജിങ്ങിൻ്റെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ, ഇപ്പം നിർമ്മിതി അറിയാലോ, ഗ്രാവിറ്റി മേസൺറി ഡാമാണ്, സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഗ്രാവിറ്റി ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. അതേ രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ്, അതേ ടൈപ്പ് ഡാമാണ് ഈജിപ്തിലെ അസ്വാൻ ലോവ് ഡാം. 100+ ഇയേഴ്സായി ഇതേ നിർമ്മിതിയിലുള്ളതാണ്, റീഇൻഫോഴ്സ്ഡ് ആണ്, സ്ട്രെങ്തനിങ് ചെയ്തതാണ്, ഇതേപോലുള്ള ഡാമാണ്. അപ്പം എങ്ങനെയാണ് ഈ വ്ളോഗർ വന്നിരുന്നിട്ട് ഇത് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് പറയുന്നത്? അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ എന്താണ് വിചാരിക്കുന്നത്, ഈ ലോകത്ത് ദുരിതം അനുഭവിക്കുന്ന ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അവരെ തലക്ക് മുകളിലിരിക്കുന്ന ഒരു അപകടത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നതേ. അപ്പം അതിൻ്റെ കൂടെ എൻ്റെ പേർക്ക് കുറച്ച് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് കിട്ടുന്നത് ശരിയാണോ? അത് തെറ്റായ ഇൻഫർമേഷനാണ്. തൊട്ടടുത്ത് വരുന്നൊരു കമൻറ്റ് ഈ വ്ളോഗർ പറഞ്ഞതാണ്, ഈ സ്പെസിഫിക്കായ സാമൂഹ്യ പ്രവർത്തകൻ പറയുന്നത് മണ്ടത്തരമാണെന്ന് കരുതൂ, പക്ഷേ അയാളെ കൊണ്ട് സാധിച്ചൊരു കാര്യമുണ്ട്. തമിഴ്നാട്ടിലെ തമിഴന്മാർക്ക് ഒരു വികാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഈ മുല്ലപ്പെരിയാർ വെച്ചിട്ട്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മലയാളികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയൊരു വികാരം മലയാളികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സാമൂഹ്യ പ്രവർത്തനെ കൊണ്ട് അതിന് സാധിച്ചിട്ടുണ്ട്. മലയാളികളുടെ ഇടയിൽ മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു വികാരം, ആ വികാരം ഉണ്ടാക്കാൻ ഇയാളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ആവശ്യം ഈ ഘട്ടത്തിൽ അതാണ്. പൊട്ടിയൽ നഷ്ടം നമ്മൾക്കാണ്. പൊട്ടിയൽ നഷ്ടം നമ്മൾക്കാണെന്ന വിഷയത്തിലേക്ക് ഞാൻ വരാം. വികാരത്തെക്കുറിച്ച് പറയാം. നമുക്ക് എന്താണ് ഈ വികാരത്തിൻ്റെ ആവശ്യം? സർക്കാരിനെ ബോധ്യപ്പെടുത്താനാണ്. സർക്കാരിന് ഓൾറെഡി ഈ വിഷയത്തിൽ ബോധ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ വികാരം കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് 2 സ്റ്റേറ്റുകൾ തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത്. കാവേരി വിഷയം എടുക്കാം അല്ലേ. 1892 ഈ കരാറുണ്ടാകുന്നത്. അന്ന് മദ്രാസ് പ്രസിഡൻസിയും കിങ്ഡം ഓഫ് മൈസൂരും, മദ്രാസ് പ്രസിഡൻസി ഇന്നത്തെ തമിഴ്നാട്, കിങ്ഡം ഓഫ് മൈസൂർ ഇന്നത്തെ കർണാടക, അവർ തമ്മിൽ കാവേരി നദിയിലെ ജലം ഉപയോഗിക്കുന്നതോട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചൊരു കരാറുണ്ടാകുന്നത്. 1974 ഈ എഗ്രിമെൻ്റ് ഇല്ലാതെയായി. അന്നു മുതൽ ഈ വിഷയം കത്തി നിൽക്കുകയാണ്. കാവേരി ജല വിഷയവുമായിട്ട് ശക്തമായ വികാരം 2 ജനങ്ങളുടെ ഇടയിലുമുണ്ട്. കന്നഡിഗാസിൻ്റെ ഇടയിലുമുണ്ട്, തമിലിയൻസിൻ്റെ ഇടയിലുമുണ്ട്. ആ വികാരം കൊണ്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ 1974 മുതൽ ഇപ്പോൾ 2024 എന്തെങ്കിലും ഉണ്ടായോ? ഈ കാവേരി വിഷയത്തിലെ വികാരം എത്രമാത്രമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ താമസിക്കുന്ന മലയാളികളോട് ചോദിച്ചു നോക്കണം.
വേറെ ഏത് വിഷയത്തിൽ കർണാടകയിൽ ഹർത്താലോ ബന്ധോ വന്നാലും ഒരു കുഴപ്പമില്ല, ബിസിനസ് ആസ് യൂഷ്വൽ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കാവേരി വിഷയത്തിലാണ് ഹർത്താൽ നടക്കുന്നതെങ്കിൽ ഒരു സെക്കൻഡ് തോട്ടിൽ അത് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങില്ല. കാരണം അത്രയും അധികം വികാരം ആളിക്കത്തുന്നൊരു വിഷയമാണ് രണ്ട് സ്റ്റേറ്റിലും. രജനീകാന്തൊക്കെ ഈ വിഷയത്തിൽ ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയ ആൾക്കാരാണ്. അത്രയും വികാരം ആളിക്കത്തുന്ന വിഷയമാണ്. പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടായോ? വികാരം കൊണ്ടൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. അത് ശത്രുത ഉണ്ടാക്കാം രണ്ട് ജനതകൾ തമ്മിൽ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ തമ്മിലൊരു ശത്രുത ഉണ്ടാക്കാമെന്നല്ലാതെ അതുകൊണ്ട് പോസിറ്റീവായ ഒരു ഗുണവും ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ പൊട്ടിയ നഷ്ടം നമ്മൾക്കാണ്, ശരിയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നഷ്ടം ആൻഡ് ഏറ്റവും വലിയ നഷ്ടം കേരളത്തിനാണ്. ജീവഹാനി, സ്വത്ത്, അതേപോലെ ആ പ്രദേശങ്ങൾ, 5 ജില്ലകൾ, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, 5 ജില്ലകളും വെള്ളത്തിനടിയിൽ പോകും. പക്ഷേ അത് നമ്മൾക്ക് മാത്രമാണ് നഷ്ടം എന്ന് വെച്ചാൽ നമ്മൾക്ക് മാത്രമല്ല. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജലസേചനമുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം കൃഷിയിടൊക്കെ നശിച്ചു പോകും. ഇന്ന് മാത്രമല്ല, വെള്ളം ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ആയിരിക്കില്ല ഒരു പൊട്ടിത്തെറി ഉണ്ടായാലും ഒഴുകുന്നത്. അത് മറ്റ് ഡൗൺ സ്ട്രീമിലേക്ക് ഒഴുകും. മധുര, തേനി തുടങ്ങിയ 4 ജില്ലകളിലും വെള്ളപ്പൊക്കം ഉണ്ടാകും, ബാധിക്കും. പക്ഷേ അവർക്കുണ്ടാകുന്നതിനേക്കാൾ വലിയ വലിയ നഷ്ടമായിരിക്കും കേരളത്തിനുണ്ടാകുന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്ന് കരുതി ഒരു വികാരം ഉണ്ടാക്കിയതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് ഒരു വിധത്തിലുള്ള പോസിറ്റിവിറ്റിയും ഉണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടുന്ന കാര്യം, ഇപ്പോൾ സുപ്രീം കോടതി ഒരു യൂട്ടേൺ എടുത്തിട്ടുണ്ടല്ലോ. നേരത്തെ പറഞ്ഞിരുന്നത് പൂർണ്ണമായി സുരക്ഷിതമാണ്, സ്ട്രക്ചറിലൊക്കെ ഇത് സുരക്ഷിതമാണ് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ അവസ്ഥയിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരേ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് കേരളവും തമിഴ്നാടും ഭരിക്കുന്നത്. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയായാലും സ്റ്റാലിൻ നേതൃത്വം കൊടുക്കുന്ന DMK ആയാലും ഒരേ മുന്നണിയുടെ ഭാഗത്ത് നിൽക്കുന്നവരാണ് ദേശീയമായിട്ട്. അത് മാത്രമല്ല, അവർ തമ്മിൽ പരസ്പരമായിട്ട് ഒരു രാഷ്ട്രീയപരമായ അകൽച്ചയില്ല എന്നുള്ളതാണ്. പണ്ട് കരുണാനിധി സജസ്റ്റ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടണം, ഒരു മീഡിയേഷൻ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തെ തകർത്തത് ജയലളിത വന്നതിന് ശേഷമാണ്. പക്ഷെ ഇപ്പോൾ വീണ്ടും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഈ വിഷയത്തിൽ സെക്യൂരിറ്റി ഓഡിറ്റ് ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൽ വ്ളോഗർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നമ്മൾ ശരി പറഞ്ഞത് ശരിയായിട്ട് തന്നെ പറയണം. ക്ലൗഡ് ബേസ്റ്റുള്ള കാര്യങ്ങൾ പണ്ടത്തേക്കാൾ ഫ്രീക്വൻ്റ് ആണ് ഇപ്പോൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഒരു വലിയ ക്ലൗഡ് ബേസ്റ്റ് അതിവൃഷ്ടി ഈ പ്രദേശത്ത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരും. അതുപോലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചുകളെക്കുറിച്ച് ആ സാഹചര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം സെക്യൂരിറ്റി ഓഡിറ്റിന് പോകാനായിട്ട് നമ്മൾ. അതേപോലെ തന്നെ ഇത് ഉൾപ്പെടുത്തിയൊരു കാര്യമുണ്ട്, റീഇൻഫോഴ്സിൻ്റെ ഭാഗമായിട്ട് RCC ചെയ്തിരുന്നു, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയുടെ ഫുട്ടേജ് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം ആഡ് ചെയ്തൊരു കാര്യം, ഇനിയൊരു റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ സാധ്യമല്ല എന്നുള്ളതാണ്. ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്, പ്രത്യേകമായിട്ട് അതിൻ്റെ സെക്യൂരിറ്റി തന്നെ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഡാം റീഇൻഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നുകൂടെ ബലപ്പെടുത്താനോ മെയിൻ്റെനൻസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ള ചെക്കിങ്. അതിന് സാധ്യതയില്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. RCC ചെയ്ത ടീമിൻ്റെ ഭാഗമായിരുന്ന വ്യക്തി പറഞ്ഞതുപോലെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഡാം ഡീകമ്മീഷൻ ചെയ്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് റീഇൻഫോഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ ആ റീഇൻഫോഴ്സ് ചെയ്യുന്നത് ബാക്കിയുള്ള ത്രെഡ്സിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുന്നതിലേക്കായിരിക്കും പോകുന്നത്. അല്ല എങ്കിൽ ഈ ഡാമിൻ്റെ പർപ്പസ് തന്നെ ഇല്ലാതാവണം. അതൊരു പോസിബിലിറ്റിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കും, ഒരു ഡാം ബിൽഡ് ചെയ്യുന്നത് വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയാണെന്ന് വിചാരിക്കുക. പക്ഷേ ആ സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിന് ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് എനർജി ഉണ്ട്, മറ്റു രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഹൈഡ്രോ പ്രൊജക്റ്റിൻ്റെ ആവശ്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് ഡീകമ്മീഷൻ ചെയ്യാം. അതായത് ഇഫ് ദ പർപ്പസ് ഓഫ് എ ഡാം ബിക്കംസ് ഓബ്സലേറ്റ്, ആ ഡാം ബിൽഡ് ചെയ്ത സമയത്തുള്ള ഉദ്ദേശം ഇപ്പോൾ നിലവിലില്ല എങ്കിൽ, അങ്ങനെ ഒരു ആവശ്യമില്ല എങ്കിൽ ആ ഡാം ഡീകമ്മീഷൻ ചെയ്യാം. പക്ഷേ തമിഴ്നാടിന് ജലസേചനം എന്ന് പറയുന്നത് ആവശ്യമുള്ള കാര്യമാണ്. അതിന് വേറെ ഏതെങ്കിലും സൊല്യൂഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് കൂടി നോക്കണം. കാരണം ഒരു രണ്ടാമതൊരു ഡാം ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും ഒരു തലവേദനയാവാൻ സാധ്യത. ഈ പറയുന്ന പോലെ ഈ ഡാമിൻ്റെയും ഒരു ഏജിങ് 100 വർഷമോ 150 വർഷമോ ഒക്കെ ആണെങ്കിൽ 150 വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ഡാം ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങണം. ഒരു ഡാം ബിൽഡ് ചെയ്യാനായിട്ട് ഇമ്പാക്റ്റ് അനാലിസിസ് മുതൽ കമ്മീഷൻ ചെയ്യുന്നവരെയുള്ള വിവിധ പ്രോസസ്സുകൾക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 10-15 വർഷമെങ്കിലും പിടിക്കും. ഈ 15 വർഷത്തിന് നമ്മൾ ബാക്കപ്പ് പ്ലാൻ ചെയ്യണം, അതിൻ്റെ എക്സ്പെൻസ് വേറെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയൊരു ഡാം പണിയുന്നതാണോ സൊല്യൂഷൻ എന്നതിനേക്കാൾ തമിഴ്നാടിന് ജലമെത്തിക്കാൻ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ, ഓൾട്ടർനേറ്റ് സൊല്യൂഷൻസ് ഉണ്ടോ,
അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡാമിൻ്റെ പർപ്പസ് ഒബ്സലേറ്റ് ആവും. എന്ന് വെച്ചാൽ ഈ ഡാം പിന്നെ നിലനിർത്തേണ്ട ആവശ്യമില്ല. വേറൊരു മെത്തേഡ് വഴിയോ ടെക്നോളജി വഴിയോ പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഡാം പിന്നെ നിലനിർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിലേക്കാണ് ചർച്ചകൾ പോകേണ്ടത്. അത്തരം കാര്യങ്ങളിലേക്കാണ് ഇത് ഫോക്കസ് ചെയ്യപ്പെടേണ്ടത്. അതിൽ നിന്നും മാറി തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കുക, അതിനെ ബേസ് ചെയ്ത് ചർച്ചകൾ നടക്കുക, റിയാക്ഷൻസ് നടക്കുക, ഫേക്കായ ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്തിക്കപ്പോഴുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സത്യത്തിൽ ഗുണമല്ല, ദോഷമാണ് ഇത് ഇമ്പാക്റ്റഡ് ആവാൻ സാധ്യതയുള്ള ആ ജനങ്ങളോട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ഉദ്ദേശിച്ചത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ ആശങ്ക ശരിയാണോ തെറ്റാണോ എന്ന് ചർച്ച ചെയ്യാനല്ല. ഈ ആശങ്കയിലേക്ക് തീകൂരിയിടുന്ന, ജനങ്ങളെ കൂടുതൽ പരിഭ്രാന്തരാക്കുന്ന, നമ്മളുടെ സ്റ്റാൻഡിനെ ദുർബലപ്പെടുത്തുന്ന തെറ്റായ രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രചരിപ്പിക്കുകയോ അതിലേക്ക് ചർച്ചകളെ വഴിതിരിച്ചു വിടുകയോ ചെയ്യരുത് എന്ന് പറയാനായിട്ടാണ്. മറ്റൊരു വിഷയത്തിലെ പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.